വക്രഗീത അധ്യായം 1. ജനക മഹാരാജ്: പ്രഭോ, ഒരാൾ എങ്ങനെയാണ് ജ്ഞാനം നേടുന്നത്? മുക്തിയും വൈരാഗ്യവും സമ്പാദിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ദയവായി എനിക്ക് ഉപദേശിച്ചാലും. അഷ്ടവക്രമുനി: മകനെ, നീ മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷയത്തെ തന്നെ ത്യജിച്ച് ക്ഷമ, ആർജവം, ദയ, സന്തോഷം, സത്യം എന്നിവയെ അമൃതിനെ പോലെ സേവിക്കൂ. നീ ഭൂമിയോ ജലമോ അഗ്നിയോ വായുവോ ആകാശമോ പഞ്ചഭൂതങ്ങളായ ഒന്നുമേ തന്നെയല്ല. മുക്തി നേടുന്നതിനായി ഈ പഞ്ചഭൂതങ്ങളെയെല്ലാം സാക്ഷിയും ബോധസ്വരൂപനായ ആത്മാവിനെ നീ അറിയൂ. ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് ഞാൻ എന്നറിഞ്ഞാൽ തന്നെ, എന്നിട്ട് ബോധത്തിൽ വിശ്രമിക്കുമ്പോൾ നീ ബന്ധങ്ങളിൽ നിന്നും മുക്തനായി സുഖമുള്ളവനും ശാന്തവനുമായിത്തീരും. നീ ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണത്തിൽപ്പെട്ടവനല്ല. നീ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം തുടങ്ങിയ ഏതെങ്കിലും ആശ്രമത്തിൽപ്പെടുന്നവനോ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നവനോ അല്ല. നീ അസംഗനും നിരാകാരനും ലോകത്തിനു മുഴുവൻ സാക്ഷിയുമാണ്. നീ ഇതറിഞ്ഞ് സുഖം അനുഭവിക്കുന്നതായിത്തീരൂ. ധർമ്മധർമ്മങ്ങൾ, സുഖദുഃഖങ്ങൾ എന്നിവ മനസ്സിൻ്റെതാണ്. അവ സർവ്വവ്യാപിയായ നിനക്കുള്ളതല്ല. നീ കർത്താവോ ഭോക്താവോ അല്ല. നീ സദാ മുക്തൻ തന്നെയാണ്. സകല ദൃശ്യങ്ങളുടെയും ദൃഷ്ടാവും ഏകനാവുമായ നീ സദാ മുക്തനാണ്. ദ്രഷ്ടാവിനെ തന്നിൽ നിന്ന് അന്ത്യനായി കാണുന്നുവെങ്കിൽ നിന്റെ ഈ ബന്ധനത്തിന് കാരണം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നവൻ എന്ന അഹങ്കാരമാകുന്ന ശരീരബോധമാകുന്ന കൃഷ്ണസർപ്പത്തിൻ്റെ കടിയേറ്റ നീ ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാൻ കർത്താവല്ല എന്ന വിശ്വാസമാകുന്ന അമൃത് പാനം ചെയ്ത് സുഖം അനുഭവിക്കും. ഏകവും വിശുദ്ധവുമായ ബോധമാണ് ഞാൻ എന്ന നിശ്ചയമാകുന്ന അഗ്നിയാൽ അജ്ഞാനമാകുന്ന കൊടുങ്കാറ്റിനെ ചുട്ടരിച്ച് നീ ശോകമുക്തനായി സുഖം അനുഭവിക്കും. യാതൊന്നിലാണ് ഈ വിശ്വം മുഴുവൻ കയറിൽ ഒരു പാമ്പെന്ന പോലെ കാണപ്പെടുന്നത്. ആ പരമ അനന്ത സ്വരൂപനായ ബോധമാണ് നീ. അതുകൊണ്ട് നീ സുഖമായിരിക്കൂ. താൻ മുക്തനാണെന്ന് കരുതുന്നവനും മുക്തനും, താൻ ബന്ധനത്തിലാണെന്ന് കരുതുന്നവനും ബന്ധനത്തിലുമാകുന്നു. ഒരാൾ എപ്രകാരം ചിന്തിക്കുന്നുവോ അയാൾ അതുപോലെയായി തീരുന്നു എന്ന പഴമൊഴി ഇവിടെ സത്യമാണ്. സാക്ഷിയും സർവ്വവ്യാപിയും പൂർണ്ണനും ഏകനും മുക്തനും ബോധസ്വരൂപനും ഒന്നും ചെയ്യാത്തവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും ഒന്നും ആഗ്രഹിക്കാത്തവനും ശാന്തനുമായ ആത്മാവ് പരമാത്മാവ് ബ്രഹ്മം മൂലം സംസാരിയെപ്പോലെ കാണപ്പെടുന്നു. താൻ വെറുമൊരു പ്രതീതി മാത്രമാണെന്നുള്ള ബ്രഹ്മത്തെയും ബാഹ്യം ആന്തരികം എന്നീ ഭേദങ്ങളെയും വിടിഞ്ഞ് താൻ നിശ്ചലവും ദ്വൈതരഹിതവനുമായ ആത്മാവാണെന്ന് ഭാവിക്കൂ. മകനെ, ദേഹബോധമാകുന്ന കയറുകൊണ്ട് വളരെ കാലമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനാണ് നീ. ഞാൻ ബോധമാണ് എന്നറിവാകുന്ന വാൾ കൊണ്ട് ഈ ബന്ധനത്തെ ഛേദിച്ച് സുഖമുള്ളവനായിത്തീരൂ. നീ സംഘമില്ലാത്തവനും യാതൊന്നും ചെയ്യാത്തവനും സ്വയം പ്രകാശിക്കുന്നതും നിർമ്മലവനുമാണ്. സമാധി പരിശീലിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പരിശീലിക്കുന്നു. നിന്റെ ഈ ബന്ധനത്തിന് കാരണം ഈ അജ്ഞാനമാകുന്ന അന്ധതയാണ്. നിന്നിൽ വ്യാപ്തമായിരിക്കുന്ന ഈ വിശ്വം യഥാർത്ഥത്തിൽ നിന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നവയാണ്. ശുദ്ധ ബോധസ്വരൂപനായ നീ ശുദ്രചിത്തനാകരുത്. നീ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനും നാറ്റമില്ലാത്തവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും സുഖത്തിൻ്റെ നിവാസസ്ഥാനവും അഗോധ ബോധസ്വരൂപനും ഒരിക്കലും ശോഭിക്കാത്തവനും ബോധത്തിൽ മാത്രം വസിക്കുന്നവനുമായിത്തീരൂ. അകാരമുള്ളവയെല്ലാം മിഥ്യയാണെന്നും നിരാകാരമായവയെല്ലാം സ്ഥിരസ്ഥായിയുമാണെന്നും അറിയൂ. ഈ ഉപദേശം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഒരു രൂപത്തിൻ്റെ അകത്തും അതിനു ചുറ്റും ആ കണ്ണാടി മാത്രം വർത്തിക്കുന്നത് പോലെ ഈ ശരീരത്തിനകത്തും പുറത്തും പരമേശ്വരൻ മാത്രം സ്ഥിതി ചെയ്യുന്നു. ഏകവും സർവ്വവ്യാപിയും ആകാശം എപ്രകാരം കൂടിനകത്തും പുറത്തും വ്യാപിക്കുന്നുവോ അതുപോലെ നിത്യവും നിരന്തരവുമായ ബ്രഹ്മം സകല വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തുമായി വ്യാപിച്ചിരിക്കുന്നു. ജനകരാജാവ് പറഞ്ഞു: എന്തൊരു ആശ്ചര്യം! ഞാൻ നിർമ്മലനും ശാന്തനും ബോധസ്വരൂപനും പ്രകൃതിക്ക് അതീതനുമാണ്. ഇത്രയും കാലം ഞാൻ മോഹത്തിൽ വഞ്ചിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. ഞാൻ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ തന്നെ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ എൻ്റേതാണ്, അല്ലെങ്കിൽ എൻ്റേതായി തന്നെ ഒന്നും തന്നെയില്ല. ജഡമായ ദേഹത്തിനും ജഗത്തിനും ആധാരമായത് ചൈതന്യമായ ആത്മാവാണ്. അതുകൊണ്ട് ജനകൻ ഈ ജഗത്ത് മുഴുവൻ തൻ്റേതാണ്, അല്ലെങ്കിൽ തൻ്റേതായി ഒന്നും തന്നെയില്ല എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് ഭിന്നമായി അതൊന്നും തന്നെ സത്യമല്ല, മിഥ്യയാണ്. കാനൽ ജലം പോലെയാണെന്ന് സത്യം. ആഹോ, എൻ്റെ ശരീരത്തെയും ഈ ജഗത്തിനെയും മിഥ്യയാണെന്ന് ത്യജിച്ച് ഞാനിപ്പോൾ ഗുരുവാക്യമായ അങ്ങിൽ നിന്നും അറിവ് സ്വീകരിച്ച് പരമാത്മാവിനെ ദർശിക്കുന്നു. കടലിലെ വെള്ളത്തിൽ ഉദിക്കുന്ന തിരമാലകളും പതയും കുമിളകളും ജലത്തിൽ നിന്ന് എപ്രകാരമാണോ ഭിന്നമല്ലാതിരിക്കുന്നത്, അതുപോലെ തന്നെ ആത്മാവിൽ നിന്ന് ഉദിച്ച വിശ്വം ആത്മാവിൽ നിന്ന് ഭിന്നമല്ല. വിചാരം ചെയ്യുമ്പോൾ തുണിയായി കാണപ്പെടുന്നത് നൂലുകൾ മാത്രമാണെന്നും മനസ്സിലാകുമ്പോൾ വിശ്വം ആത്മാവ് മാത്രമാണെന്ന് മനസ്സിലാകും. തുണിയുടെ അസ്തിത്വത്തിനെ അപഗ്രഥനം ചെയ്താൽ അത് നൂലുകൾ മാത്രമാണെന്ന് വ്യക്തമാകും. കരിമ്പിൻ നീര് കൊണ്ടുണ്ടാക്കിയ പഞ്ചസാരയിൽ ആ നീര് എപ്രകാരമാണോ വ്യക്തമായിരിക്കുന്നത്, അതുപോലെ തന്നെ ആത്മാവിൽ അധിവസിക്കപ്പെടുന്ന ഈ വിശ്വത്തിൽ നിന്ന് ഞാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അതായത് ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നു.
കയറിനെക്കുറിച്ചുള്ള അജ്ഞാനം നീങ്ങുമ്പോൾ പാമ്പ് ഉള്ളതായി തോന്നുകയും പിന്നീട് അജ്ഞാനമില്ലാതായി കഴിഞ്ഞാൽ പാമ്പിനെ കാണാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനം നിലനിൽക്കുമ്പോൾ വിശ്വം ഉള്ളതായി തോന്നുകയും ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതായി അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരിയായ സ്വരൂപം പ്രകാശമാണ്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നതാണ്. ഞാൻ അതിൽ നിന്നും ഭിന്നനല്ല. വിശ്വം പ്രകാശിക്കുന്നതനുഭവപ്പെടുന്നത് ഞാൻ പ്രകാശിക്കുമ്പോൾ മാത്രമാണ്. എന്തൊരു ആശ്ചര്യം! അജ്ഞാനം ഹേതുവായി ചിപ്പിയിൽ വെള്ളിയും കയറിൽ പാമ്പും സൂര്യകിരണങ്ങളിൽ വെള്ളവും കനൽ ജലം അഥവാ മരീചിക കാണപ്പെടുന്നത് എപ്രകാരമാണ്, അതുപോലെ തന്നെ അജ്ഞാനം ഹേതുവായി എന്നിൽ വിശ്വം കൽപ്പിതമായിരിക്കുന്നു. മണ്ണിൽ കുടവും ജലത്തിൽ തിരമാലകളും സ്വർണ്ണത്തിൽ വളയുമുണ്ടായി അവയിൽ എന്നെ ലയിക്കുന്നത് പോലെ ഈ വിശ്വം എന്നിൽ നിന്നുണ്ടായി എന്നിൽ തന്നെ ലയിക്കുന്നു. എന്തൊരു ആശ്ചര്യമാണ് ഈ ഞാൻ! ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകലതും ഉൾപ്പെടുന്ന ഈ ജഗത്ത് നാശമടയുമ്പോൾ നശിക്കാതിരിക്കുന്ന എനിക്ക്, ഈ ആത്മാവിന് നമസ്കാരം. ഈ ഞാൻ എന്നത് എന്തൊരു ആശ്ചര്യമാണ്! അങ്ങനെയുള്ള എനിക്ക് നമസ്കാരം. അനേകം ശരീരമുള്ളവനാണെങ്കിലും അവയിലെല്ലാം ആത്മാവായ ഞാൻ ഏകനാണ്. ഈ വിശ്വം മുഴുവൻ വ്യാപിക്കുന്ന ഞാൻ എവിടെയും പോകുകയോ എവിടേക്കും വരികയോ ചെയ്യുന്നില്ല. ഈ ഞാൻ എന്നത് എന്തൊരു ആശ്ചര്യമാണ്! അങ്ങനെയുള്ള എനിക്ക് നമസ്കാരം. ശരീരം കൊണ്ട് സ്പർശിക്കാതെ വിശ്വത്തെ ഞാൻ എത്ര നാളായി താങ്ങി നിർത്തുന്നു. എന്നെപ്പോലെ സാമർഥ്യമുള്ളതായി ഇവിടെ വേറെ ആരും തന്നെയില്ല. ഈ ഞാൻ എന്നത് എന്തൊരു ആശ്ചര്യമാണ്! സ്വന്തമായി ഒന്നും തന്നെയില്ലാത്ത എനിക്ക് നമസ്കാരം. അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയാനാകാത്തതും മനസ്സുകൊണ്ട് ചിന്തിക്കാനാകാത്തതുമായ എല്ലാം തന്നെ എൻ്റെ സ്വന്തമാണല്ലോ. അറിവ്, അറിയപ്പെടുന്ന വസ്തു, അറിയുന്നവൻ എന്നിങ്ങനെയുള്ള മൂന്ന് വാസ്തവത്തിൽ ഇല്ല. നിർമ്മലനായ എന്നിൽ അജ്ഞാനം ഹേതുവായി ഇവ മൂന്നും ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നെന്ന് മാത്രം. ദ്വൈതമാണ്, അതായത് രണ്ടെന്നുള്ള ബോധം എല്ലാ ദുഃഖത്തിനും അടിസ്ഥാന കാരണമാണ്. ഈ കാരണം കൊണ്ടാണ് ഈ കാണപ്പെടുന്നതെല്ലാം മിഥ്യയാണ് എന്നും ഞാൻ ആത്മാവ് ഏകനും നിർമ്മലനും ബോധസ്വരൂപനും ആനന്ദസ്വരൂപനുമാണെന്ന അറിവില്ലാതെ ദുഃഖത്തെ കയറ്റുവാൻ വേറൊരു മരുന്ന് തന്നെയില്ല. ഞാൻ ബോധം മാത്രമാണ്. അജ്ഞാനം ഹേതുവായി ഞാൻ എന്നിൽ ഉപാധി കൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്രകാരം ചിന്തിച്ചുറച്ച് ഞാൻ സർവ്വതാ നിർവികൽപ്പമായ പരമാത്മാവുമായി സ്ഥിതി ചെയ്യുന്നു. എനിക്ക് ബന്ധമോ മോക്ഷമോ എന്നില്ല. ബ്രഹ്മത്തിൻ്റെ ആശ്രയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ശമിച്ചിരിക്കുന്നു. ഈ വിശ്വം എന്നിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. അജ്ഞാനം മൂലമാണ് ബ്രഹ്മം ഉണ്ടാകുന്നത്. അജ്ഞാനം നശിച്ചാൽ ബ്രഹ്മത്തിന് ആശ്രയമില്ലാതായി അതും നശിക്കും. വ്യവഹാരദശയിൽ മാത്രമേ വിശ്വത്തിന് അസ്തിത്വമുള്ളൂ. പരമാത്മതലത്തിൽ വിശ്വത്തിന് യാതൊരു ഉണ്മയുമില്ല എന്ന് താല്പര്യം. ഈ ശരീരവും അതോടുകൂടെ ഈ വിശ്വവും ഒട്ടും ഉണ്മയില്ല എന്നിൽ എല്ലാം നിശ്ചയമായി അറിഞ്ഞിരിക്കുന്നു. ആത്മാവാകട്ടെ ശുദ്ധബോധം മാത്രമാണ്. അപ്പോൾ ഈ ശരീരവും വിശ്വവും എവിടെയാണ് കൽപ്പന ചെയ്യേണ്ടത്? ശരീരം, സ്വർഗനഗരങ്ങൾ, ബന്ധമോക്ഷങ്ങൾ, ഭീതി എന്നിവയെല്ലാം തന്നെ ഭാവന മാത്രമാണ്. ബോധസ്വരൂപനായ എനിക്ക് ഇവയുമായി എന്ത് കാരണമാണുള്ളത്? ഇവയെല്ലാം തന്നെ ബോധത്തിൽ കൽപ്പിതവുമാണ്. എന്തൊരാശ്ചര്യം! ജനക്കൂട്ടത്തിൽ പോലും ദ്വൈതം കാണുന്നില്ല. അതും കാടുപോലെ നിർജ്ജനമായ സ്ഥലം പോലെ തന്നെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഏതിലാണ് രമിക്കേണ്ടത്? ഏകനായ ആത്മാവാണെന്ന് ഞാൻ എന്നറിയുന്നവന് കാടും നാടും ഒരുപോലെയാണ്. അവൻ എവിടെയും തന്നിൽ നിന്നും അന്യമായി ഒന്നും തന്നെ കാണുന്നില്ലെന്ന് സാരം. ഞാൻ ശരീരമല്ല, എനിക്ക് ശരീരവുമില്ല. ഞാൻ ജീവനുമല്ല, ഞാൻ കേവലം ബോധവുമാണ്. ജീവിക്കാനുള്ള ആഗ്രഹമാണ് എൻ്റെ ബന്ധത്തിന് കാരണമായിത്തീരുന്നത്. എന്തൊരാശ്ചര്യം! അനന്തമായ ബോധസ്വരൂപമായ എന്നിൽ മനസ്സാകുന്ന കാറ്റ് വീശിയടിക്കുമ്പോൾ പെട്ടെന്ന് വിചിത്രങ്ങളായ ലോകങ്ങളായ തിരമാലകൾ പൊന്തി വരുന്നു. അനന്തമായ ബോധസമുദ്രമായ എന്നിൽ മനസ്സാകുന്ന കാറ്റ് ശമിക്കുമ്പോൾ നിർഭാഗ്യവാനായ ജീവനാകുന്ന വ്യാപാരിയുടെ വിഷമാകുന്ന കപ്പൽ നാശമടയുന്നു. ശുദ്ധബോധത്തിനെ സമുദ്രമായും മനസ്സിനെ കടലായും ജാഗ്രതത്തിനെ കപ്പലായും ജീവനെ വ്യാപാരിയായ കപ്പൽ യാത്രക്കാരനായും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. എന്തൊരാശ്ചര്യം! അനന്തമായ ബോധസ്വരൂപമായ എന്നിൽ ജീവസാരമാകുന്ന തിരമാലകളുടെ താന്താനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഉയരുകയും തമ്മിലടിക്കുകയും കളിക്കുകയും ഒടുങ്ങുകയും ചെയ്യുന്നു. അഷ്ടവക്രൻ മുനി പറയുന്നു, നാശമില്ലാത്തതും ഏകവും ആത്മാവിനെ ശരിയായി അറിഞ്ഞ ശേഷം ധീരനും ആത്മജ്ഞാനിയുമായ നിനക്ക് സമ്പത്താർജിക്കാൻ എങ്ങനെ താല്പര്യമുണ്ടായി? എന്തൊരാശ്ചര്യം! മുത്തുച്ചിപ്പിയുടെ യഥാർത്ഥ സ്വരൂപം അറിയാത്തത് മൂലം അത് വെള്ളിയാണെന്ന് ഭ്രമിച്ച് അതിനെ ആഗ്രഹിക്കുന്നത് പോലെ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം കാരണമാണ് ബ്രഹ്മം മൂലം കാണപ്പെടുന്ന വിഷയവസ്തുക്കളിൽ താല്പര്യം ജനിക്കുന്നത്. അലകൾ സമുദ്രത്തിൽ പൊന്തുന്നത് പോലെ ഈ വിശ്വം ഉദിക്കുന്നത് എന്നിലാണെന്ന് നീ ദീനെപ്പോലെ അറിഞ്ഞ് എന്തിനു ഓടി നടക്കുന്നു? അത്യന്തം സുന്ദരവും ശുദ്ധവുമായ ചൈതന്യമാണ് താൻ എന്നറിഞ്ഞു കേട്ടത് കാമത്തിൽ അത്യധികം ആസക്തനായി ഇരിക്കുന്ന മലിനമായി തീരുന്നു. ലൈംഗിക സുഖത്തിൽ ആസക്തിയുള്ളവൻ്റെ മനസ്സ് ദുഷിതമായി തീരുന്നത് താല്പര്യം. ശരീരബോധത്തിനെയാണ് ഇവിടെ മാലിന്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊരാശ്ചര്യം! സർവ്വജീവജാലങ്ങളുടെ ഉണ്മ താനാണെന്നും തന്നിൽ തന്നെ സർവ്വജീവജാലങ്ങളും വർത്തിക്കുന്നു എന്നും പറയുന്ന മുനിയിൽ പോലും മത അവശേഷിക്കുന്നു. എന്തൊരാശ്ചര്യം! പരമമായ അദ്വൈതത്തിൽ പ്രതിഷ്ഠിതനും മോക്ഷപുരുഷാർത്ഥത്തിൽ ലക്ഷ്യമുറപ്പിച്ചവൻ പോലും കാമത്തിൽ വശപ്പെട്ട് കാമകളികളിൽ മുഴുകുന്ന ശീലം കാരണം ദുർബലനായിത്തീരുന്നു. എന്തൊരാശ്ചര്യം!
തൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന കാമം തൻ്റെ ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് പോലും ദുർബലനായ തൻ്റെ അവസാന കാലത്ത് പോലും കാമത്തിനു വേണ്ടി കൊതിക്കുന്നു. എന്തൊരാശ്ചര്യം! ഈ ലോകത്തിലും പരമത്തിലും സർവ്വ സുഖങ്ങളിലും വിരക്തി വന്നവനും നിത്യമേത് അനിത്യമേത് എന്നിങ്ങനെ വിവേചിച്ചറിയാൻ കഴിയാത്തവനും മോക്ഷത്തെ ആഗ്രഹിക്കുന്നതുമായ വ്യക്തിക്ക് പോലും മോക്ഷം ഭയാനകനായിത്തീരുന്നു. ധീരൻ സുഖം അനുഭവിക്കുകയും പീഡനം അനുഭവിക്കുമ്പോൾ സദാ താൻ ആത്മാവാണെന്ന് കണ്ട് സന്തോഷിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നില്ല. ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ അന്യമായി കാണുന്നവനെ സ്തുതിയോ നിന്ദയോ കേൾക്കുമ്പോൾ എങ്ങനെ ശോഭിക്കാൻ കഴിയും? ഈ വിശ്വം മായ മാത്രമാണെന്ന് കാണുന്നവനും ഇതിൽ താല്പര്യം നഷ്ടപ്പെടുന്നവനുമായ ധീരന് മരണമെടുക്കുമ്പോൾ പോലും ഭയം എങ്ങനെയാണ്? മോക്ഷത്തിൽ പോലും ഇച്ഛയില്ലാത്ത മനസ്സോടുകൂടിയവനും ആത്മജ്ഞാനം മൂലം തൃപ്തനായവനുമായ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? ദൃശ്യപ്രപഞ്ചം സ്വാഭാവികമായി തന്നെ മിഥ്യയാണെന്നറിയുന്ന ധീരൻ ഒന്നിനെയും സംബന്ധിച്ച് ഇത് നേടാനാണ് ഇത് ത്യജിക്കാനാണെന്ന് കരുതുന്നില്ല. ഭോഗവാസനായ കഷായത്തെ മനസ്സിൽ നിന്ന് ത്യജിച്ചവനും സുഖദുഃഖങ്ങളായ ദ്വന്ദ്വങ്ങൾക്ക് അതീതനും ആശാരഹിതമായ വന്നു ചേരുന്ന അനുഭവിക്കുക സുഖിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. ജനക മഹാരാജാവ് പറയുന്നു, എന്തൊരാശ്ചര്യം! സുഖദുഃഖങ്ങളൊക്കെ ലീലയായി അനുഭവിച്ച് ക്രീഡിക്കുന്ന ധീരനായ ആത്മജ്ഞാനിക്ക് ഇഹലോക ജീവിതമാകുന്ന ചുമട് തുമക്കുന്ന മൂഢന്മാരെ യാതൊരു സാമ്യവുമില്ല. എന്തൊരാശ്ചര്യം! ഏതൊരു സ്ഥാനത്തെ പ്രാപിക്കുവാൻ ഇന്ദ്രൻ മുതലായ എല്ലാ ദേവന്മാരും ദീനന്മാരായി ആഗ്രഹിക്കുന്നു, ആ സ്ഥാനം പ്രാപിച്ചുപോലും യോഗി കൂടുതലായി സന്തോഷിക്കുന്നില്ല. പുകപടലം ആകാശത്തിനോടും എത്രമാത്രം കാണപ്പെട്ടാലും അവ തമ്മിൽ യാഥാർത്ഥ്യത്തിൽ അത്തരമൊരു ചേർച്ചയില്ലാത്തതുപോലെ ആത്മജ്ഞാനിയുടെ പുണ്യപാപങ്ങൾ അദ്ദേഹത്തിൻ്റെ അന്ധകരണത്തെ സ്പർശിക്കുന്നില്ല. ഈ വിശ്വം മുഴുവൻ താൻ തന്നെയാണെന്നറിഞ്ഞ് സ്വാഭാവികമായി ജീവിക്കുന്നതിൽ നിന്നും തടുക്കാൻ ആർക്കാണ് സാധിക്കുക? ബ്രഹ്മാവ് മുതൽ പുൽക്കടി വരെയുള്ള 4 തരത്തിൽപ്പെട്ട ജീവസമൂഹത്തിനോടുള്ള ഉപാനിഷ്ടങ്ങളെ ത്യജിക്കാനുള്ള സാമർഥ്യം ആത്മജ്ഞാനിക്ക് മാത്രമാണുള്ളത്. അഷ്ടവക്രമുനി പറയുന്നു, നിനക്ക് ഒന്നുമായും സംഘമില്ല. അങ്ങനെയുള്ള പരിശുദ്ധനായ നീ എന്തിനാണ് ത്യജിക്കാൻ ആഗ്രഹിക്കുന്നത്? പഞ്ചഭൂതങ്ങളുടെ സംഘാതമായ ശരീരത്തെ വിലയിപ്പിച്ച ആത്മസ്വരൂപത്തിൽ ലയിച്ചു സ്ഥിതി ചെയ്യൂ. സമുദ്രത്തിൽ കുമിള എന്ന പോലെ ഈ വിശ്വം നിന്നിൽ നിന്ന് ഉദിക്കുന്നവനറിഞ്ഞ് ഏകമായ ആത്മാവിൽ ഇപ്രകാരം ലയം പ്രാപിക്കൂ. കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ മിഥ്യയായതിനാൽ ഈ വിശ്വത്തിന് നിർമ്മലമായ നിന്നിൽ ഇല്ല തന്നെ. കയറിൽ കാണപ്പെടുന്ന